കാസർഗോഡ് മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ കനത്ത മഴയെ തുടർന്ന് മദ്രസയിൽ വെള്ളം കയറി. വിമൻസ് കോളേജിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. 50ഓളം വീടുകളും വെള്ളത്തിലായി. നേരത്തെ ഒലിച്ചുപോയ കാർ കരയ്ക്കടുപ്പിക്കുന്നത് നേരത്തെ കണ്ടതാണ്. താഴ്ന്നയിടങ്ങളിലെല്ലാം വെള്ളം കയറിയ അവസ്ഥയാണ്. അർച്ചന രവീന്ദ്രൻ സ്ഥലത്തുണ്ട്. അർച്ചന, കാസർഗോഡ് പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പല വീടുകളിലും വെള്ളം കയറിയിരിക്കുന്നു. ഇവരെയൊക്കെ എവിടെയെങ്കിലും ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ മഴ സാഹചര്യം? മഴ ചെറുതായി ശമിച്ച ഒരു കാലാവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെയോടെ അതിശക്തമായ മഴയായിരുന്നു കാസർഗോഡ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ചെറിയ രീതി അല്ലെങ്കിൽ നേരിയ രീതിയിൽ മഴ ശമിച്ച ഒരു കാലാവസ്ഥ നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നു. എന്ത് തന്നെയായാലും കാസർഗോട്ടെ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മഞ്ചേശ്വരം ഭാഗങ്ങളിൽ പലയിടങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. പലയിടങ്ങളിൽ വെള്ളം കയറുന്നു, കൃഷിയിടങ്ങൾ നശിക്കുന്നു, അത്തരത്തിൽ വീടുകൾ കേടുപാട് സംഭവിക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ കാർ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് കാസർഗോട്ടെ പലയിടങ്ങളിലും ഉണ്ടാകുന്നത്. എന്ത് തന്നെയാലും നമ്മളിപ്പോൾ ഉള്ളത് ഹൊസങ്കടിയിൽ, മഞ്ചേശ്വരത്തെ ഹൊസങ്കടിയിൽ ഒരു മദ്രസ ഉൾപ്പെട്ട അല്ലെങ്കിൽ വുമൻസ് കോളേജ് ഉൾപ്പെട്ട ഒരു പ്രദേശത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ആ ഒരു ഭാഗം എന്ന് പറയുന്നത് പള്ളിയാണ്. അത്തരത്തിൽ പള്ളിയും മദ്രസയും ഒപ്പം തന്നെ വുമൻസ് കോളേജും അടക്കമുള്ള ഒരു പ്രദേശമാണിത്. ഇവിടെയാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് പെയ്ത മഴയിൽ അത്തരത്തിൽ ഇന്ന് രാവിലെയും അതിശക്തമായി പെയ്ത മഴയിലാണ് ഇത്രത്തോളം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ആളുകളടക്കം ഏകദേശം ഒരു കാലിന്റെ ഒരു മുട്ടിന്റെ ആ ഒരു ഭാഗം വരെ വെള്ളത്തിലാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ വലിയ ഭീഷണിയിലാണ്. ഈ ഒരു പ്രദേശത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗം എന്ന് പറയുമ്പോഴും അവിടെ ഏകദേശം 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ആ കുടുംബങ്ങളിലുള്ള ആളുകളും ഇത്തരത്തിൽ വലിയ അപകട ഭീഷണി നേരിടുന്നു. അവരെല്ലാവരും വീടുകളിൽ തന്നെ സുരക്ഷിതമാണെങ്കിലും അവരെല്ലാവരും വലിയ ഭീഷണിയിലാണ്, ആശങ്കയിലാണ് എന്നുള്ളതാണ്. എന്തായാലും കാസർഗോട്ടെ പലയിടങ്ങളും ഇപ്പോൾ വെള്ളത്തിലാണ്. ചേട്ടാ, മഞ്ചേശ്വരം ഭാഗത്തൊക്കെ വ്യാപക കൃഷിനാശം അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണല്ലേ? വലിയ പ്രശ്നങ്ങളാണ്. പ്രശ്നമെന്ന് വെച്ചാൽ ജീവിതം നഷ്ടപ്പെട്ടിട്ട് മാത്രമല്ലാതെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോയി. മലഹറിൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞാൽ മലഹറിൽ ഒരു 10 ലക്ഷം ഉറുപ്പ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ട് ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടായി. അതിൻ്റെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ CP സാർ പറയും. രൂപ വിലയുള്ള ജനറേറ്റർ, കമ്പ്യൂട്ടർ സാമഗ്രികൾ, ഫർണിച്ചറുകൾ തുടങ്ങി നിരവധി സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് കയറിയ വെള്ളമായതുകൊണ്ട് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണം അത് തന്നെയാണ് ഒരു പരിധി വരെ ഈ ഇത്രയും വെള്ളം കയറാൻ കാരണം വന്നത്. വെള്ളം വേണ്ടത്ര ഒഴുകിപ്പോകാനുള്ള ഡ്രെയിനേജ് സൗകര്യങ്ങളില്ല. ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളാണ്. ഇന്നലെ രാത്രിയോടെ പെയ്ത മഴയിലാണ് ഇത്രത്തോളം വെള്ളം. ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിലാണ് ഇത്രത്തോളം വെള്ളം കയറിയത്. ഈ മഴ ഇപ്പോൾ കുറഞ്ഞ സമയമാണ്. ഇപ്പോൾ വെള്ളം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാളും വെള്ളം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം ഈ റോഡാണ്. കാണുന്നില്ല മാഡം, ഇതൊന്ന് പിടിച്ച് കാണിക്കണം. ഇത് ആ റോഡിൽ നിന്ന് കയറി വരുന്ന വെള്ളങ്ങൾ മൊത്തം ഹൊസങ്കടിയിൽ നിന്ന് ഇപ്പുറം വരുന്ന എല്ലാ വെള്ളം, ചക്ക് പോസ്റ്റ് ഭാഗത്തു നിന്ന് ഇങ്ങോട്ടുനിന്ന് വരുന്ന എല്ലാ വെള്ളം കയറി വരുന്നത് മലഹറിൻ്റെ മുറ്റത്തിലേക്കാണ്. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും ഇതൊന്നും കൂട്ട് ചെയ്തിട്ടില്ല. ഇന്ന് തഹസീൽദാറിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. തഹസീൽദാർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളം വരുന്ന കയറിയിട്ട് വരും. ഇത് ഒരു പ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ULCCക്ക് പറഞ്ഞിട്ട് അവർ ഒന്നും കൂട്ടാക്കാതെ കൊണ്ടാണ് ഇന്ന് ഇത്രയും നഷ്ടങ്ങൾ ഈ മലഹറിലേക്ക് വരാനുള്ള കാരണം. ജനറേറ്റർ അടക്കം ഇന്നാണോ നശിച്ചത്? അതെ. ഞങ്ങൾ ഓൾറെഡി പല പ്രാവശ്യം ഇടപെട്ടൊരു കാര്യമാണ്. കുറേ കുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് പലപ്പോഴും വന്നിറങ്ങുമ്പോഴൊക്കെ പ്രയാസം. ഇപ്പം ഇങ്ങനെ വെള്ളം വരാനുള്ളൊരു കാരണം തന്നെ സാധാരണയായിട്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങുന്ന ഇവിടെ ഡ്രെയിനേജിൻ്റെ ഒരു സംവിധാനം കാണാൻ വേണ്ടി പല പ്രാവശ്യം ഞങ്ങൾ അഭിപ്രായപ്പെട്ടതാണ്. ULCCയും അതേപ്രകാരം പല ഇതുമായിട്ട് കമ്പനികളുമായിട്ട് രാഷ്ട്രീയക്കാരുമായിട്ട് പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടൊരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്ന് കുറച്ച് വെള്ളം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ മർക്കസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന GQ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് മലഹറിൽ. ഒരു 15 ലക്ഷത്തോളം രൂപയുടെ ഒരു പുസ്തകങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇപ്പോൾ വഴിയിൽ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവിടെ ഇറക്കിയാൽ അതും കൂടെ നഷ്ടപ്പെടും. ഓൾറെഡി ഇപ്പോൾ ഒരു 10 ലക്ഷത്തോളം രൂപ ഓൾറെഡി ഞങ്ങൾക്ക് നഷ്ടം പറ്റിയിട്ടുണ്ട്. വുമൻസ് കോളേജ് അതുപോലെ തന്നെ ഈ മദ്രസകളൊക്കെ അല്പ ദിവസത്തിനകം തുറക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഭീഷണിയാണ്. ഭയങ്കര ഭീഷണി തന്നെ. എന്നോട് ശാശ്വതമായിട്ട് ഈ ന്യൂസുകളൊക്കെ പുറത്തു പോകും, എന്തെങ്കിലും ഒരു പരിഹാരവും ഇതിന് ഉണ്ടാവണം. നിങ്ങളുടെ പരിപൂർണമായ സപ്പോർട്ട് ഇതിന് ഉണ്ടാവണം തന്നെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം മാത്രം തന്നെ അല്ലാതെ ഇത് കാലങ്ങളിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയോ എന്ന് പറയുന്ന ഒരു പേടിയാണ് നമുക്കുള്ളത്. ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ എന്നും ഇത് ഇങ്ങനെ നഷ്ടത്തിനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ടൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. ഇപ്പോൾ ഈ ജൂൺ 19 മുതൽ 22 വരെ സിൽവർ ജൂബിലി വരുന്നൊരു സമയമാണ്. ആ ഒരു സമയത്ത് പോലും ഞങ്ങൾക്ക് വലിയൊരു പ്രയാസം തന്നെയാണ് ഇവിടെ അനുഭവപ്പെടാൻ പോകുന്നത്. കാരണം ഈ റോഡൊന്നും ശരിയായിട്ടില്ല. അതുപോലെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം.
സ്മൃതി, അത് തന്നെയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ആശങ്കയിലാണ്. കാരണം അവരിപ്പോൾ പറഞ്ഞതനുസരിച്ച് ഒരു ജനറേറ്റർ അടക്കം, നമുക്കറിയാം ഒരു ജനറേറ്റർ വാങ്ങുന്നതിനുള്ള ക്യാഷ് ഒക്കെ നമുക്കറിയാവുന്നതാണ്. അത്തരത്തിലൊരു ജനറേറ്റർ അടക്കം നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു മഴയിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെയുള്ള ആളുകളടക്കം ഇപ്പോൾ സുരക്ഷിതമാണെങ്കിൽ കൂടെയും ഇനിയൊരു മഴ വന്നാൽ അത്തരത്തിൽ വലിയൊരു വ്യാപകമായ അല്ലെങ്കിൽ കനത്ത മഴ ഈ ഒരു പ്രദേശത്ത് പതിച്ചാൽ വലിയൊരു അപകട ഭീഷണി തന്നെ ഇവർ കൂടുതലായി നേരിടേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും കാസർഗോട്ടെ പലയിടങ്ങളും ഇപ്പോൾ വലിയ അപകട ഭീഷണി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഏകദേശം ഈ ഒരു ഉള്ളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല, കാരണം അത്രത്തോളം വെള്ളമുണ്ട്. കാലിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയാൽ മുട്ടടക്കം നനയുന്ന, അല്ലെങ്കിൽ മുട്ടടക്കം വെള്ളത്തിലാവുന്ന ഒരു സാഹചര്യമാണ്. ആ ആളുകൾ എല്ലാം തന്നെ മഴയിൽ വെള്ളത്തിൽ വരുന്ന ഒരു സാഹചര്യം. എന്തായാലും കാസർഗോഡ് പലയിടങ്ങളും ഇതിപ്പോൾ മഞ്ചേശ്വരത്ത് മാത്രമാണോ ഇത്രയും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്? കാസർഗോഡ് മറ്റിടങ്ങളിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ വിലയിരുത്തേണ്ടത്? സ്മൃതി, മഞ്ചേശ്വരത്ത് മാത്രമല്ല കാസർഗോഡ് ജില്ലയിലെ പല പ്രദേശങ്ങളും ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുല്ലൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് മലയോര മേഖലകളിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും അതുപോലെ തന്നെ വീടുകളിലേക്ക് മണ്ണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു അപകട ഭീഷണി നിൽക്കുന്ന പല സ്ഥലങ്ങളും കാസർഗോഡ് പല ഭാഗങ്ങളുണ്ട്. നമുക്കറിയാം ഈ ചട്ടഞ്ചാലിലാണ് ദേശീയപാതയിൽ വെള്ളച്ചാട്ടം വന്ന് ഒരു സംഭവം ഉണ്ടായത്. അവിടെ അപകട ഭീഷണി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ ചട്ടഞ്ചാൽ ദേശീയപാത എന്ന് പറയുന്നത്. അത്തരത്തിൽ ചട്ടഞ്ചാൽ ദേശീയപാതയിലാണ് ഇത്തരത്തിൽ ഒരു കുന്നിടിഞ്ഞ് വീണ ഒരു സംഭവം ഇന്ന് രാവിലെയോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്തായാലും നമുക്കറിയാം വീരമലക്കുന്ന്, അതുപോലെ തന്നെ മണ്ഡലായിക്കുന്ന്, അങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ ഇത്തരത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ ഇന്നിപ്പോൾ ചട്ടഞ്ചാല ദേശീയപാതയിൽ ഒരു കുത്തിയൊഴുക്ക്, വെള്ളച്ചാട്ടത്തിന്റെ കുത്തിയൊഴുക്ക് നമ്മൾ കണ്ടത്. എന്തായാലും അവിടെയുള്ള അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിൽ ദേശീയപാതകളുടെ താഴെ താമസിക്കുന്ന ആളുകളെല്ലാം വലിയ അപകട ഭീഷണിയാണ്. അവരെല്ലാം തന്നെ ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും നിലവിൽ ക്യാമ്പുകളൊന്നും ഈ ഒരു ജില്ലയിൽ പ്രവർത്തിക്കുന്നില്ല. ക്യാമ്പുകൾക്ക് ആവശ്യമായ അത്തരത്തിൽ നിർദ്ദേശങ്ങൾ കളക്ടർ നൽകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. 50ഓളം വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു, പക്ഷേ ക്യാമ്പുകൾ ഇതുവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആലോചന നടന്നിട്ടില്ല എന്നുള്ളതാണ് കാസർഗോഡ് നിന്ന് മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും വലിയ നാശനഷ്ടം പലയിടത്തും മഞ്ചേശ്വരത്തും ഹൊസങ്കടിയിലും അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്.